സെപ്റ്റിക് മാലിന്യത്തിന് പോലും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ കമ്മീഷൻ വാങ്ങുന്നുവെന്നും കോർപ്പറേഷൻ കെട്ടിടങ്ങളിലെ സെപ്റ്റിക് മാലിന്യം ടെൻഡർ വിളിച്ചു നൽകുമ്പോൾ അത് എവിടെ നിക്ഷേപിക്കുന്നുവെന്ന് പോലും അന്വേഷിക്കുന്നില്ലെന്നും കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ചെ ബല്ലൻ ആരോപിച്ചു. മാലിന്യ സംസ്കരണ രംഗത്ത് കഴിഞ്ഞ 8 വർഷക്കാലമായി എന്താണ് ചെയ്തതെന്ന് ജനങ്ങളോട് മേയർ മറുപടി പറയണം. IP പോൾ മേയറായിരുന്ന കാലത്ത് 1 കിലോ മാലിന്യം പോലും ലാലൂരിലേക്ക് കൊണ്ടുപോകേണ്ട എന്ന ധീരമായ നടപടിയെടുത്തു. 99 ലക്ഷം രൂപ മുടക്കി ശക്തനിൽ നിർമ്മിച്ച OWC പ്ലാന്റിന്റെ ഇപ്പോഴത്തെ സ്ഥിതി അതീവ ദയനീയമാണ്. പ്ലാന്റിന് സമീപത്ത് പ്രവർത്തിക്കുന്ന താൽക്കാലിക വ്യാപാരികളെ പരാതി നൽകിയാൽ പൂട്ടിക്കുമെന്ന് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. മാലിന്യ പ്ലാന്റുകൾ പലതും പൂട്ടി. ഭക്ഷണ മാലിന്യം സംസ്കരിക്കാൻ ഒരു സംവിധാനം പോലുമില്ല. എവിടേക്കാണ് കുടുംബശ്രീക്കാർ ഈ മാലിന്യം കൊണ്ടുപോകുന്നതെന്ന് അന്വേഷിക്കണം. കോർപ്പറേഷന്റെ അനുവാദത്തോടെ പല ഭാഗത്തും അവർ കുഴിച്ചിടുകയാണെന്നും രാജൻ പല്ലൻ ആരോപിച്ചു. തൃശൂർ കോർപ്പറേഷനിൽ കോടികൾ ചെലവഴിച്ചിട്ടും കുടിവെള്ളം ലഭിക്കുന്നില്ല. ഇത് സംബന്ധിച്ച് പരാതി നിരന്തരം ലഭിക്കുന്നുണ്ട്. തൃശൂർ കോർപ്പറേഷന്റെ പേരിൽ ഡ്യൂപ്ലിക്കേറ്റ് വാട്ടർ ബിൽ അടിച്ചു നൽകി തട്ടിപ്പ് നടത്തുന്നതായും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ABC പദ്ധതിക്ക് ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടും ഫലം കണ്ടില്ലെന്ന് മാത്രമല്ല, പദ്ധതിയുടെ പരാജയം മനസ്സിലാക്കി മുന്നോട്ടു പോകുമെന്ന് വിചാരിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ശക്തൻ സ്റ്റാൻഡിൽ KSRTC ബസ് ഇടിച്ചു തകർത്ത ശക്തന്റെ പ്രതിമ അടിയന്തരമായി പുനഃസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും പ്രതിമ തകർത്തതിൽ ദുരൂഹതയുണ്ടോ എന്ന് സംശയിക്കുന്നതായും BJP പാർലമെന്ററി പാർട്ടി നേതാവ് വിനോദ് പൊള്ളാഞ്ചേരി പറഞ്ഞു. കൗൺസിലർമാരായ ജോൺ ഡാനിയൽ, പൂർണിമ സുരേഷ്, രാജശ്രീ ഗോപൻ, ജയപ്രകാശ് പൂവത്തിങ്കൽ, ആൻസി ജേക്കബ്, K രാമനാഥൻ, സിന്ധു ആൻഡോ ചാക്കോള, ലാലി ജെയിംസ്, അനീസ് അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ.